വീട്ടിൽ തന്നെ എളുപ്പത്തിൽ പൈനാപ്പിൾ ജാം നമുക്ക് ഉണ്ടാക്കട്ടെ. അതിനായിട്ട് പൈനാപ്പിൾ എടുത്ത് കട്ട് ചെയ്ത് ഇതുപോലെ മിക്സിയിൽ അടിച്ചെടുക്കുക. ഇനി അത് അളന്നൊഴിക്കണത് എന്തിനാണെന്ന് വെച്ചാൽ 1 കപ്പ് പൾപ്പിന് 1 കപ്പ് പഞ്ചസാര, അതാണ് അതിൻ്റെ അളവ് കേട്ടോ. നമുക്കിവിടെ 4/4 കപ്പ് കിട്ടി. അപ്പോൾ അത്രയും തന്നെ പഞ്ചസാര നമ്മൾ ചേർത്തു. അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്ലെയിമിൽ വയ്ക്കുക. ആദ്യം തന്നെ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചത്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കറുവപ്പട്ടയുടെ കഷ്ണമാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ചൂണ്ടുവിരലിൻ്റെ പകുതിയുള്ളത്ര കറുവപ്പട്ട ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഇനി മീഡിയം ഫ്ലെയിമിൽ ഇരുന്നിട്ട് വറ്റട്ടെ. അപ്പോൾ തിളച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഇത് ശരിയാവും. ഇനിയിപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു വലിയ നാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അടിയിൽ പിടിക്കരുത്. 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഓഫ് ചെയ്തു. അതിനുശേഷം നമ്മൾ അതിലത്തെ ആ പട്ട എടുത്ത് മാറ്റി. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സമയമാണ്. കൂടുതൽ ഇങ്ങനെ കട്ടിയാവാനും പാടില്ല, ഭയങ്കര ലൂസാവാനും പാടില്ല. ഇപ്പോൾ ഇതൊരു 3-4 മണിക്കൂർ കഴിഞ്ഞ് തണുത്തതിന് ശേഷം ഇതുപോലെ കുറുകി. അപ്പോൾ നമ്മൾ തണുത്തതിന് ശേഷം ഇത് നല്ല ഉണങ്ങിയ ഒരു ഗ്ലാസ് ബോട്ടിലാക്കി എടുത്തു വയ്ക്കുക, ഫ്രിഡ്ജിൽ വയ്ക്കുക. പുറത്ത് വയ്ക്കേണ്ട, നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ നാളിരിക്കും. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചു. നമ്മൾ പിറ്റേ ദിവസമാണ് ഇത് എടുത്തത്. അപ്പോൾ നമ്മുടെ ജാം നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കാണുമ്പോൾ തന്നെ കൊതിയാവണില്ലേ? നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ പോലെ കാണുമ്പോൾ തോന്നിയില്ലെങ്കിലും കഴിക്കുമ്പോൾ അതേ ടേസ്റ്റ്, അതിലും സ്വാദാണ്. നമുക്ക് വിശ്വസിച്ച് കഴിക്കാമല്ലോ, നമ്മൾ വീട്ടിലുണ്ടാക്കിയതല്ലേ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കിക്കോ. വെറും ഒരു 20 മിനിറ്റ് മതി. ബൈ.